ഞങ്ങൾ അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന് അറിയില്ല അങ്ങനെ ഒരു ഫേസ്ബുക്കുള്ള കാര്യം. അത് അദ്ദേഹം അന്വേഷിക്കുമെന്നാണ് പറയുന്നത്. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്നാണ്. അദ്ദേഹം അന്വേഷിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് കൃത്യമായ പാർട്ടിയോടുള്ള കൂറും നിലപാടുമുള്ള ആളാണ്. അദ്ദേഹം ഞങ്ങളോട് അത് വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ ഇന്നലെ ഒരു ജി സുധാകരൻ്റെ വിഷയം ഉണ്ടാക്കി അതിൽ CPM പ്രതിരോധത്തിൽ നിൽക്കുമ്പോൾ സമാന്തരമായി വേറൊരു സുധാകരൻ്റെ വിഷയം ഉണ്ടാക്കി അതിനെ ഒന്ന് ഡയലൂട്ട് ചെയ്യാൻ അല്ല ഞാൻ പറയല്ലേ, ഞാനല്ല സംസാരിക്കുന്നത്, അങ്ങനെയല്ലല്ലോ. നിങ്ങളതിൽ വെള്ളം ചേർക്കാൻ വേണ്ടിയിട്ട് നിങ്ങളതിന് ശ്രമിക്കണ്ട, മനസ്സിലായി? ഇന്നലത്തെ സുധാകരൻ്റെ വിഷയം മറക്കാൻ വേണ്ടി ഇന്നൊരു പുതിയ സുധാകരൻ്റെ വിഷയം ഉണ്ടാകണം. പുള്ളിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അതാണെങ്കിൽ തന്നെ അതിൽ കണ്ണൂർ മത്സരിക്കുമൊന്നുമല്ലല്ലോ. അദ്ദേഹം കണ്ണൂരിനോടുള്ള വികാരപരമായ ഒരടുപ്പം പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം ഇട്ടിരിക്കുകയാണ്. അദ്ദേഹം അവിടുത്തെ MP അല്ലേ. അദ്ദേഹം അല്ലല്ല ഇവിടെ ഇന്ന് വെള്ളിയാഴ്ച മടങ്ങിപ്പോണ്ടേ, എല്ലാ MP-മാരും മടങ്ങിപ്പോയി. ഇന്ന് അദ്ദേഹം വരുമെന്നേ. നിങ്ങൾക്ക് അദ്ദേഹത്തിന് ഇന്ന് പോയി എത്ര MP-മാര് വെള്ളിയാഴ്ച പോകുന്നു? നിങ്ങൾ ഓരോന്നിനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യാഖ്യാനം കൊടുക്കാം. ഞങ്ങൾക്ക് ആർക്കും ഒരു തർക്കം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യാഖ്യാനം കൊടുക്കുക, ഏത് വ്യാഖ്യാനം വേണമെങ്കിൽ കൊടുക്കാം, മനസ്സിലായില്ലേ? അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടിയിട്ടാണെന്ന് സങ്കല്പിക്കുക. അതിൻ്റെ അകത്ത് എന്താ പറയുക, കണ്ണൂരിനോടുള്ള ഒരു വികാരപരമായ കാര്യമാണ്. അവിടെ ഒരുപാട് ആളുകൾ കൊല ചെയ്യപ്പെട്ടത് കണ്ണൂർ അസംബ്ലി മണ്ഡലത്തിൽ മാത്രമല്ലല്ലോ, കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ മാത്രമല്ലല്ലോ, ആ ജില്ലയിലെ ഒട്ടാകെയുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ വേറൊന്നുമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോരുത്തർക്ക് ഓരോ രീതിയിൽ അതിന് വ്യാഖ്യാനം കൊടുത്ത് ഇന്നലത്തെ ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം ചെയ്യാം. അത്രയല്ല, അതിൻ്റെ അപ്പുറമൊന്നുമില്ല. അത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് നിങ്ങളോട് പറയേണ്ട ആവശ്യമുണ്ടോ? അല്ലല്ല, താങ്കളോട് പറയേണ്ട ആവശ്യമുണ്ടോ? താങ്കളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് ആരൊക്കെ മത്സരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നത് അങ്ങയോട് പറയേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ ഒരാൾ ചോദിക്കുകയാണ്, ഒരു മര്യാദ കാണിക്കുക പ്ലീസ്. അദ്ദേഹം ചർച്ചകളിലല്ല. അദ്ദേഹത്തിന് പറയാനുള്ള എല്ലാ കാര്യവും അദ്ദേഹം നേതൃത്വത്തോട് പറഞ്ഞിട്ടുണ്ട്, ലീഡർഷിപ്പിനോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് എപ്പോഴും ഡൽഹിയിൽ വരെ അദ്ദേഹം MP അല്ലേ. അതൊന്നും നിങ്ങളോട് നമുക്ക് പങ്കുവയ്ക്കാൻ പറ്റില്ലല്ലോ. ഒരുപാട് പേര് മത്സരിക്കാൻ ആഗ്രഹം പങ്കുവച്ചിട്ടുണ്ട്. ചിലർ വേണ്ടാന്ന് പറയുന്നത് അതൊന്നും നിങ്ങളോട് നമുക്ക് പങ്കുവയ്ക്കാൻ പറ്റില്ലല്ലോ. അതിൻ്റെ അകത്തൊരു അനൗചിത്യമില്ല. ഓരോ വ്യക്തികൾ വന്ന് ഞങ്ങളോട്, കോൺഗ്രസ് നേതാക്കന്മാരോട് വ്യക്തിപരമായി പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങളോട് പങ്കുവയ്ക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ചെയ്യാൻ പാടില്ല. അതിലൊരു ഇംപ്രോപ്രൈറ്റി ഉണ്ട്, അനൗചിത്യമുണ്ട്. അത് ചെയ്യാൻ പാടില്ല. വേറെ എന്തെങ്കിലും വിഷയം ചോദിക്കും. ഇതില്ല, എത്രയേ ഉള്ളൂ. വേറെ വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കും. വേറെ ഒന്നുമില്ലല്ലോ, വിഷയിച്ചൊന്നും. പിന്നെ ഒരു കാര്യം കൂടി ആരോഗ്യമന്ത്രിയെ കേസുകാരെ ആക്രമിച്ചു എന്നുള്ളതിൻ്റെ കോടതിയിൽ അവർക്ക് ജാമ്യം കൊടുത്തിട്ട് പറഞ്ഞിരിക്കുന്നത്, പോലീസ് ഉദ്യോഗസ്ഥർ കൊടുത്തിരിക്കുന്ന മൊഴി ഒരായുധം അവർ ഉപയോഗിച്ചിട്ടില്ല. ആയുധം ഉപയോഗിച്ച് അവരെ ആക്രമിച്ചു, അവരെ പരിക്കേൽപ്പിച്ചു എന്നാണ് FIR. ഒരായുധം ഉപയോഗിച്ചിട്ടില്ലെന്ന് അതേ പോലീസ് മൊഴി കൊടുത്തിരിക്കുകയാണ്. ഈ ആരോഗ്യമന്ത്രിയും CPM-ഉം കേരളത്തിലെ ജനങ്ങളോട് പറയണം, കലാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചാണ്, അവർക്കെതിരെ കേസ് കൊടുക്കണം. കലാപം ഉണ്ടാക്കാൻ വേണ്ടി ഇല്ലാത്ത കാര്യം ഉണ്ട് എന്ന് പറഞ്ഞ് ശ്രമിച്ച ഇതൊക്കെ നിങ്ങൾ ഒന്നും കൂടി ശ്രദ്ധിക്കുക. ഇതൊക്കെ